ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? കെൻ യു ഗെസ്? അതെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീനാണ്. അപ്പോൾ പ്രോൺസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ പല ആൾക്കാർക്കും ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടമല്ല, പകരം നമ്മൾ ചെമ്മീൻ ഫ്രൈ ആണ് തിന്നുന്നത്. എനിക്കും ചെമ്മീൻ ഫ്രൈ ആണ് ഇഷ്ടം. പക്ഷേ കിട്ടിയാൽ ഞാൻ എന്ത് കോലത്തിലും ചെമ്മീനെ തിന്നും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പാനിലേക്ക് നമ്മൾ നല്ല എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കും. ഇറ്റ്സ് ഓപ്ഷണൽ. നമ്മൾ മസാലയാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ഉണ്ടല്ലോ, നമ്മൾ ബിരിയാണിയിൽ ഇടുന്ന കുറച്ച് സ്പൈസസ് ആണ്. കുറച്ച് കടുക് ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ഒരു ഫ്ലേവറിന് ഇടാണ്. വലിയ ഫ്ലേവറൊന്നും വരില്ല, എന്നാലിടാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. തക്കാളിയല്ല കേസ്. നമ്മൾ ഇതിലേക്ക് നമ്മളുടെ പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്യുന്നുള്ളത്. തക്കാളി നമുക്ക് ഏത് രൂപത്തിൽ ആഡ് ചെയ്യാം, പക്ഷേ സ്ലൈസ് ചെയ്തിട്ട് നല്ല സ്മോളായിട്ട് തന്നെ സ്ലൈസ് ചെയ്യണം. ഓവറായിട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്യൂബായിട്ട് അരിയും. ഈ സ്ലൈസ് തന്നെ ചെയ്യണം, പക്ഷേ സർക്കിളായിട്ട് പാടില്ല, സ്ക്വയറായിട്ട്, അതായത് ക്യൂബായിട്ട് സർക്കിൾ ചെയ്യണം. പക്ഷേ നമ്മുടെ ബിഗ് സ്മോൾ ഏതാവും, പക്ഷെ ഓവർ ബിഗ് ആവാൻ പാടില്ല. ഇത്തിരി സ്മോൾ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് കിട്ടാൻ പറ്റുന്ന ആ ടേസ്റ്റി വേണം. പിന്നെ നമുക്ക് ഒനിയനാണ് വേണ്ടത്. ഒനിയൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറിയാം. നമുക്ക് വഴറ്റുമ്പോൾ ഒനിയൻ പല ഷേപ്പിലായിട്ട് പോകുന്നുണ്ട്, നമുക്ക് കുഴപ്പമില്ല. ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യമേ ചെറിയുള്ളിയാണ്. വലിയ ഉള്ളി നമുക്ക് പിന്നെയാണ് ഉപയോഗിക്കാം. പിന്നെ അതുകൊണ്ട് ഞാൻ ചെറിയുള്ളി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ മസാല മാത്രം ഇതായിട്ടുള്ളൂ. നമുക്കിത് മുളക് ഇടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഉപ്പിനെ പിടിക്കാനാണ്. ഇനി നമ്മൾ മുളക് ആഡ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി സാൾട്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ തട്ടിക്കൂട്ട് മസാലയൊക്കെ ആഡ് ചെയ്യണം. നിങ്ങളുടെ ഫേവറേറ്റ് മസാല എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. മാരിനേറ്റ് ചെയ്യാനാണ് നമ്മൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത്ര നല്ലതായിരിക്കത്തില്ല. നമ്മൾ ചെമ്മീന് വേണ്ടി പുതിയൊരു മസാല ഉണ്ടല്ലോ, ഈസ്റ്റേൻ്റെ, അത് യൂസ് ചെയ്താൽ മതി. അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി. ഗരം മസാല തന്നെ ധാരാളം. നമ്മളത് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കടുക് വീണ്ടും ഒന്ന് ആഡ് ചെയ്തിട്ട് എണ്ണ ഇത്തിരി കുറവായിരുന്നു ഞാനായിട്ട്. അതുകൊണ്ട് ഈ എണ്ണ പാനിലേക്ക് നല്ല ചൂടെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഈ എണ്ണ കൂടി ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വയ്ക്കണം. നന്നായിട്ട് നല്ല അണ്ടാവിലാണ്, ഇപ്പോൾ വലിയ അണ്ടാവിലാണ് ചെയ്യുന്നതെന്നൊന്ന് ഇമാജിൻ ചെയ്യാം. അതിങ്ങനെ എങ്ങനെ ഒരു മണം വരും കേട്ടോ ഗായ്സ്. ഇങ്ങനെ വെക്കാം. ഇനി നമ്മൾ നന്നായി വെട്ടി വെച്ചിരുന്ന നമ്മളുടെ ആ ഒരു ചെമ്മീനില്ല, ഫ്രൈ ചെയ്യാനാണ് ഓൾറെഡി മസാല തേച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. ഇതിപ്പോൾ ഫ്രൈ ചെയ്യാനല്ലാത്തതുകൊണ്ട് അങ്ങനെയല്ല ഗായ്സ്. നല്ല മസാലയുടെ തന്നെ മണം വരുന്നുണ്ട്. ചെമ്മീൻ ഇട്ടിട്ടില്ല, പക്ഷെ മസാലയുടെ മണം. കറുത്ത ചട്ടി തന്നെ എടുക്കണം, അല്ലെ കരി പിടിച്ച ചട്ടി എടുക്കണം. അതിലാണ് ആ ഒരു മസാലയൊക്കെ പിടിച്ചങ്ങ് വരാം. ഇനി നമുക്ക് ഈ ഒരു മസാല നന്നായിട്ട് ഇളക്കുമ്പോൾ ഒരു ബ്രൗണിഷ് ഒരു റെഡിഷ് ഒരു കളറാവും. ആ ഒരു കളറിലേക്ക് നമുക്ക് വേണേൽ വള്ളിയുള്ളി എന്ന് പറഞ്ഞാൽ സവാള അതറിയാം, ഒനിയൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വല്ല ഇതുണ്ടെങ്കിൽ, യൂറോപ്യൻസിനൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അപ്പം നമ്മൾ നമ്മുടെ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് നമ്മൾ വലിയ ഉണ്ടാവലി മസാലയെല്ലാം കൂടി ഇളക്കി അങ്ങോട്ട് കണ്ടു. നമ്മൾ നല്ല സുന്ദരനായിട്ട് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു ചെമ്മീനെയാണ് എടുക്കുന്നത്. ചെമ്മീനെ ഇട്ടങ്ങോട്ട് ഇളക്കി എടുത്ത് കൊടുക്കാം. ഇത്തിരി വാട്ടർ, വളരെ കുറച്ച് ബിറ്റ് വാട്ടർ എടുത്ത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെ ഒരു ടീസ്പൂണിന് അത്രയേ ഉള്ളൂ. അത്ര ഒഴിച്ചിട്ട് ഇടക്കിടയ്ക്ക് വേണം ഒഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി ചൂട് വെള്ളമായി വരും. നല്ല മണമാണ്. നമുക്കൊന്ന് ഇളക്കി നല്ല ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ സ്പൂണായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുന്നു. വായിന്ന് വെള്ളം വേണം. വേണം മല്ലിയിലൊക്കെ ആഡ് ചെയ്യും. ഇപ്പം ഞാൻ ആഡിട്ടില്ല, വേണം നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാം. ഇനി ഇളക്കി ആ മസാലയ്ക്ക് അതിലൊന്ന് പിടിക്കുക. ഇടയ്ക്ക് നമ്മൾ ആ ഒരു വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇറക്കുന്നത് ഒരു ടീസ്പൂൺ വെള്ളം നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഇളകി വന്നിട്ട്
നമ്മൾ ആ റോസ്റ്റിൻ്റെ മസാലയും ഇതും സെറ്റില്ല. പിന്നെ ഇത് വേവിച്ചെടുക്കണം. ഇത് വേവിച്ച് സെറ്റാവുന്നുണ്ടെങ്കിൽ മസാല പിടിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സുഖം കിട്ടും. നമ്മൾ ടൂത്ത് പിക്കില്ലേ, അതൊന്ന് ജസ്റ്റ് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഈ ചെമ്മീനൊക്കെ എങ്ങനെയാണ് ടൂത്ത് പിക്ക് കുത്തി വെക്കണേ കണ്ടാൽ മനസ്സിലാവില്ല. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഓളെ തന്നെ പൊളി. ഇനി നമുക്ക് വേണേ കുറച്ചുകൂടി മല്ലിയിലൊക്കെ ആഡ്, ഞാൻ മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പില അതിടാൻ മറന്നുപോയതാണ്, അതും കൂടി ഇല്ല ചുമന്നിരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ചില്ലി ഫ്ലെക്സ് ഒന്നും കൂടി ചെമ്മീൻ്റെ മുളകിടാം. ഇത്തിരി നാരൻ ചെമ്മീനാണ്, പൊളിയാണ് നാർ ചെമ്മീൻ. അത് മൊത്തമായിട്ട് ചെറിയ ചെമ്മീനാണ്, ഇതൊന്നും പറയാം. അപ്പം പൊളിയാണ് ഗൈസ്. ഞാൻ തള്ളുന്നതല്ല, പൊളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി പൊളി പറയാനില്ല ഗൈസ്. ഓക്കെ ഗൈസ്.